Hello all, welcome back to another vlog of Rtrone. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് RDXന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർട്സ് എല്ലാം നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ക്ലീനിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് വാട്ടർ വാഷ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ പാർട്സും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇൻ 7 seconds. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചേസ് ആണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ചേസ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ കുറച്ചുകൂടി റിമൂവ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു പോർഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിയർ മഡ് ഗാർഡും ഈ ഒരു പോർഷനൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ അത് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ക്ലീനിങ് പ്രോസസ്സിലേക്ക് കിടക്കാം. അടിയിലൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തണം, കാരണം അടിയിലൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂ ഹോൾഡ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കൂ. ഇപ്പോൾ എന്നാലും മഡ്ഗാർഡ് നമ്മൾ ഈ സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു നെറ്റ് വരുന്നുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഒരു 10ന്റെ സ്പാനർ യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ മഡ്ഗാർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലാപ്പ് കൂടി റിമൂവ് ചെയ്യാം. ഇത് നമുക്കിവിടെ നെറ്റ് ബോൾട്ടല്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബാറ്ററിയുടെ ഈ ഒരു ലാമ്പ് കൂടി നമുക്ക് റിമൂവ് എടുക്കാം. നമ്മൾ ആ ബാറ്ററിയുടെ കേസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് ഇതിൽ ഓയിൽ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടീ സ്റ്റെമ്മിൻ്റെ ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെ കോൺ ബോളെല്ലാം മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടീ സ്റ്റെമ്പ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മളിത് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ സെറ്റ് നമ്മൾ മൊത്തത്തിൽ അഴിച്ചെടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ ടയർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റാൻഡ് ചെയ്താണ് ടയർ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ അനിയന്മാർ നമ്മുടെ കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇപ്പോൾ ടയറിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് ഈ സൈഡ് പാനലുണ്ട്. ഈ സൈഡ് പാനൽ നമുക്ക് കിട്ടിയൊരു മണ്ടത്തരമാണ്. ഇത് നോക്കിയാൽ ഇത് രണ്ട് കളറിലെ ഒരു സൈഡിലെ സൈഡ് പാനലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. അപ്പോൾ സൈലൻസറിൻ്റെ പുറമെ പ്ലേറ്റിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാർബൺ ക്ലീൻ ചെയ്യുന്നില്ല, പുറമേ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. കാരണം ഉള്ളിൽ നമ്മൾ വേറെ കാസ്റ്റിക് സോഡ യൂസ് ചെയ്ത് പിന്നീട് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം. കാരണം നമുക്ക് ഈ സൈലൻസർ ആവശ്യമില്ല, നമ്മളൊരു ചേമ്പർ സൈലൻസറാണ് നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ സിഗ്നാമ് നമ്മളിത് ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ ഇത് റിമൂവ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഇവിടെ ഒരു വലിയ നട്ടാണ് വരുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പാനർ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്പ്രോക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ സിഗ്നാമോട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ആക്ച്വലി ഒന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്പ്രോക്കറ്റൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് ഡാമേജ് ആക്കുന്നതിന് കാരണം നമ്മൾ എന്തായാലും ഇതിനകത്തൊരു വലിയ സ്പ്രോക്കറ്റ്, അതായത് ടീത്ത് കൂടിയ സ്പ്രോക്കറ്റ് ആയിരിക്കും ഇടുന്നത്. കാരണം നമുക്ക് വണ്ടിയുടെ ഇനിഷ്യലി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീത്ത് കൂടിയ സ്പ്രോക്കറ്റ് ആയിരിക്കും ഇടുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ തറയിലൊക്കെ ഇട്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കി വെക്കുന്നത്.
ഹാൻഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ മീറ്റർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ വയർ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിളും ഈ വയറിങ്ങും ആക്സിലേറ്റർ കേബിളൊക്കെ കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും സ്ക്രൂ ഒരു കാരണവശാലും ഒന്നും അഴിഞ്ഞു വരുന്നില്ല. അപ്പോൾ നമ്മൾ കരുതി ഇത് ഈ ഒരു പൊസിഷൻ വെച്ച് തന്നെ കഴുകാമെന്ന് കരുതി. എന്നാൽ നമുക്കിതൊന്ന് കഴുകിയേക്കാം. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ സ്പെയർ എല്ലാം നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനും കാർബറേറ്ററും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ എഞ്ചിൻ കാർബറേറ്റർ ക്ലീനിങ് വീഡിയോ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമന്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.